വാടക നൽകാൻ പണമില്ല. കെട്ടിട ഉടമയ്ക്ക് മുന്നിൽ സ്വന്തം ഭാര്യയും മകളെയും കാഴ്ചവെച്ചു. ഞെട്ടിക്കുന്ന സംഭവം ഗുജറാത്തിൽ. ഗുജറാത്തിലെ മോർബിയിലാണ് മനസാക്ഷിയെ നടുക്കിയ സംഭവം നടന്നത്. സുരേന്ദ്രനഗർ സ്വദേശികളായിട്ടുള്ള കുടുംബം അവരുടെ ഉപജീവനമാർഗം തേടിയാണ് 6 മാസം മുൻപ് ഈ മോർബിയിലേക്ക് താമസം മാറുന്നത്. അവർ താമസിക്കുന്ന ആ കെട്ടിടത്തിന് പ്രതിമാസം 2000 രൂപയാണ് വാടക. ഇതിനിടയിൽ ഈ കുടുംബനാഥൻ നടത്തി വന്നിരുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് പാടെ തകർന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി അവർ. ഇതിനിടയിൽ വാടക കൊടുക്കുകയൊക്കെ പ്രയാസമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 4 മാസത്തെ വാടക കുടിശ്ശികയായി. ഈ വാടക ചോദിച്ച് ആ കെട്ടിട ഉടമ സ്ഥിരം പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ആ ഗൃഹനാഥൻ ഇത്തരത്തിലൊരു കടുംകൈയിലേക്ക് നീങ്ങിയത്. വാടകയ്ക്ക് പകരമായി തൻ്റെ ഭാര്യയെയും മകളെയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ആ കെട്ടിട ഉടമയ്ക്ക് അയാൾ അനുവാദം നൽകി. അങ്ങനെ ഒരു കരാറുണ്ടാക്കി. 13 വയസ്സ് മാത്രമാണ് അയാളുടെ മകളുടെ, ആ പെൺകുട്ടിയുടെ പ്രായം. പല തവണയായി പല സ്ഥലങ്ങളിൽ വെച്ച് ആ കെട്ടിട ഉടമ അമ്മയും മകളെയും പീഡിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. വാടകയ്ക്ക് നൽകിയ ആ വീട്ടിൽ വെച്ച് പോലും പീഡനമുണ്ടായി. അയാളുടെ ഭാര്യയുടെ അമ്മ ഇവരുടെ കൂടെ താമസിക്കാൻ വന്നപ്പോൾ ഇക്കാര്യം അറിഞ്ഞതോടുകൂടിയാണ് ഈ വിവരം, സംഭവം മുഴുവൻ പുറം ലോകത്തേക്ക് എത്തുന്നത്. മെയ് 1-ാം തീയതി ആ മുത്തശ്ശി മോർബി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. തൻ്റെ മകൾക്കും കൊച്ചുമകൾക്കും വേണ്ടി പോക്സോ നിയമം ഉൾപ്പെടെയുള്ള കർശന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെ പിതാവാണ് ആദ്യം അറസ്റ്റിലായത്. ഒളിവിലായിരുന്നു ഈ കെട്ടിട ഉടമ. അയാളെയും പോലീസ് പൊക്കി. പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയുടെ പിതാവും വീട്ടുടമസ്ഥനും ചേർന്നാണ് ഈ പീഡനം ആസൂത്രണം ചെയ്തതെന്ന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജയംലാൽ പറയുന്നു. એમાં મકાન માલિક સાથે રહેતા હોય, મકાનમાં ઝડપ થઈ ગઈ હોય, જેથી આ કામના ફરિયાદી છે એમને એના જમાઈ વિરુદ્ધમાં અને મકાન માલિક વિરુદ્ધ અન્ય એક ઈસમ વિરુદ્ધ ફરિયાદ આપેલ છે, જેમાં એના જમાઈની સહમતિથી એમની પુત્રી અને દોહિત્રી સાથે દુષ્કર્મ કરેલું. પહેલાં એના જમાઈ છે એને સહમતિ આપી અને મકાનના જે ભાડુઆત મકાન માલિક છે એને સહમતિ, પછી એની જે નજર બગાડી. മൂന്നാമതൊരാൾ കൂടി ഈ പീഡനത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കെട്ടിടമുടമയുടെ ബന്ധുവാണ് ആ പറയുന്ന മൂന്നാമൻ. അയാൾക്കായുള്ള അന്വേഷണം അത് ഊർജിതമാണ്. എന്തായാലും ഈ അച്ഛനെയും ആ കെട്ടിടമുടമയും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പെൺകുട്ടിയെയും അമ്മയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. എന്തൊക്കെയാണ് ഒരു കുടുംബത്തിൽ നടക്കുന്നതെന്ന് ആലോചിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയിൽ സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും, അതും പ്രായപൂർത്തിയാകാത്ത മകളെയും ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കാൻ വിട്ടുകൊടുത്ത ആ ഗൃഹനാഥന്റെ മാനസിക നില, അതാണ് സംശയകരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.